ഓപ്പറേഷൻ തൂഫാനായി പോലീസിൽ പുതിയ സംവിധാനം. ജില്ലകളിൽ നാർക്കോട്ടിക് ഡിവൈഎസ്പിമാരും അവർക്ക് കീഴിൽ എസ്ഐമാരും തൂഫാൻ പരിശോധനയിൽ ഏർപ്പെടും. ഡാൻസ് ഓഫ് ടീം പുനഃസംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാൻ പോലീസിൽ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ പോലീസിൽ പുതിയ സംവിധാനം ഉണ്ടാക്കുകയാണ്. ഒരു ADGPയുടെ നിയന്ത്രണം, കുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിലുള്ള ഒരു കോർഡിനേഷൻ, അദ്ദേഹമാണ് നോഡൽ ഓഫീസർ. ജില്ലകളിൽ നാർക്കോട്ടിക് ഡിവൈഎസ്പിമാർ, താഴോട്ട് CIമാർ, SIമാർ, അവർക്ക് സഞ്ചരിക്കാനുള്ള പുതിയ വാഹനങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കെല്ലാം വാഹനങ്ങൾ. ഡാൻസ് ഓഫ് ടീമുകൾ പുനഃസംഘടിപ്പിക്കുന്നു. പോലീസ് ഒരു പ്രത്യേക സംവിധാനം, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാണ് ഓപ്പറേഷൻ തൂഫാൻ. ഷഹദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഹദ, ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം കൂടുതൽ മികവിറ്റതാക്കുവാൻ വേണ്ടിയിട്ടാണല്ലേ പുതിയ സംവിധാനം? ഓപ്പറേഷൻ തൂഫാൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ അതിന്റെ പ്രശംസ പിടിച്ചു വെക്കുകയും ഒപ്പം തന്നെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് പോലീസ് സംവിധാനം ഈ വിഷയത്തിൽ കുറെ കൂടി വിപുലീകരിക്കാൻ വേണ്ടി ഒരു തീരുമാനം ിട്ടുള്ളത്. ഇന്ന് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് മൂടാടി CK ഗോവിന്ദൻ നായർ സ്കൂളിൽ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാനായി പോലീസിൽ പുതിയ സംവിധാനമാണ് ഒരുക്കുന്നത്. ജില്ലകളിൽ നാർക്കോട്ടിക് ഡിവൈഎസ്പിമാരും അവർക്ക് കീഴിൽ SIമാരും തൂഫാൻ പരിശോധനകളിൽ ഏർപ്പെടും എന്ന കാര്യമാണ് പറയുന്നത്. ഇതിനായി ഡാൻസ് ഓഫ് ടീമിനെ പുനഃസംഘടിപ്പിക്കും. നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് കൂടുതൽ ഇടങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡാൻസ് ഓഫ് ടീമിനെ അത് പുനഃസംഘടിപ്പിക്കും, കൂടുതൽ വിപുലപ്പെടുത്തും എന്ന കാര്യമാണ് പറയുന്നത്. കൂടാതെ ഓപ്പറേഷൻ പോലീസിൽ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കും എന്ന ഒരു പ്രഖ്യാപനം കൂടി ഇന്ന് മന്ത്രി നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഓപ്പറേഷൻ തൂഫാന് ശേഷം ക്രിമിനൽ കേസുകൾ വലിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ക്രിമിനൽ കേസുകൾ വളരെയധികം കുറവ് വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.